നമ്മുടെ നാട്ടിൽ വികസനമെന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ കുറേ വർഷമായുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. പരിസ്ഥിതി സൗഹൃദ വികസനം. വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ച്, രാജ്യത്തെ സംബന്ധിച്ച് വലിയ അഭിമാനകരമായ പദ്ധതിയായി മാറുകയാണ് തുറമുഖ പദ്ധതി. ആ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അവിടേക്കുള്ള കുടിവെള്ളം എത്തിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് വെള്ളായണി കായലിൽ നിന്നാണ്. പക്ഷേ വെള്ളായണി കായലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് പോലും കുടിവെള്ളം കിട്ടാത്ത സാഹചര്യമാണ്. നമ്മളിപ്പോൾ വെള്ളായണിയിലാണുള്ളത്. ഇവിടുത്തെ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനാണ് എത്തിയിട്ടുള്ളത്. വലിയ പ്രതിസന്ധി ഈ ജനങ്ങൾ നേരിടുമ്പോൾ വിഴിഞ്ഞം പോലെ വലിയൊരു പദ്ധതിക്കായി കുടിവെള്ളം എത്തിക്കുന്നതിലെ വെല്ലുവിളി എത്രമാത്രം വലുതാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് സഞ്ചരിക്കാം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പരിപാടിയിലേക്ക്. വെള്ളായണി എന്ന നാടിന് ഇപ്പോൾ വലിയ പ്രതിസന്ധിയായിരിക്കുന്നത് പൊന്നുമംഗലം തോട് എന്ന ഒരു നീർച്ചാലാണ്. ഒരു നീർച്ചാൽ നമുക്ക് ബാധ്യതയായി മാറുക എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം മോശം സാഹചര്യത്തിലേക്കാണ് ആ നാട് പോകുന്നതെന്നാണ്. കാരണം അനുഗ്രഹമാണ് നമുക്ക് ജലസ്രോതസ്സുകൾ, പക്ഷേ ഒരു നീരുറവയെ ആളുകൾ ഭയപ്പെടുന്ന സാഹചര്യമാണുള്ളത്. നമുക്കൊപ്പം വെള്ളായണി പ്രദേശവാസികളാണുള്ളത്. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ഒരു നീരുറവ, ഒരു കുളം, ഒരു തോട്, ഒരു കായൽ എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ വഴിയിൽ സഞ്ചരിച്ചു വന്നപ്പോൾ തന്നെ വീട്ടമ്മമാർ പറയുന്നത് വെള്ളം കോരാൻ പറ്റാത്ത തരത്തിൽ കിണറുകൾ മലിനമാകുന്നു ഈ തോട് കാരണം എന്നതാണ്. അവിടെ കാണുന്ന ദൃശ്യങ്ങളും അങ്ങനെ തന്നെയാണ്. എത്രമാത്രം ബുദ്ധിമുട്ടാണ് നിങ്ങൾ അനുഭവപ്പെടുന്നത്? ഞാൻ ഈ തോട്ടിന്റെ സൈഡിലെ താമസക്കാരനാണ്. ഞാൻ വളരെ കാലം കൊണ്ട് ഇവിടെ കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ കൂടെയാണ്. 3 കൊല്ലം കൊണ്ട് ഇവിടെ കൃഷി നടക്കുന്നില്ല. അതിന് കാരണമെന്ന് വെച്ചാൽ ഈ പൊന്നുമംഗലം തോട്ടിലെ വേസ്റ്റ് വെള്ളം ഈ പാടശേഖരത്തിൽ ഇറങ്ങി ആ വെള്ളത്തിൽ ഇറങ്ങി കൃഷി ചെയ്യുമ്പോൾ കാലും കൈയും ഒക്കെ ചൊറിച്ചിലുണ്ടാകുക, പിന്നെ മാരകമായ രോഗങ്ങളും പിടിക്കുകയാണ്. അതുകൊണ്ട് ഒരു 3 കൊല്ലം കൊണ്ട് ഇവിടെ കൃഷിയില്ല. ഇനി കൃഷി ചെയ്യണമെങ്കിൽ ഈ തോടിനെ പഴയ രീതിയിൽ, ഈ തോട്ടിൽ പണ്ട് ഞങ്ങളെല്ലാം ചെറുപ്പത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന ഒരു തോടാണ്. ഈ സൈഡിലുള്ളവർക്ക് ഈ അടുത്ത കാലത്താണ് വെള്ളങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ അവര് ശരിക്കും ചിലപ്പോൾ കുടിവെള്ളമായിട്ട് ഈ തോട്ടിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതിപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് ഇറങ്ങാനോ ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ. നമുക്കപ്പം ഈ പ്രദേശവാസിയായ ഒരു വീട്ടമ്മയുണ്ട്. ചേച്ചി, ഈ കിണറുകളിലേക്ക് വെള്ളം കണ്ടിട്ട് ആകെ കലങ്ങി മറിഞ്ഞു കിടക്കുന്നു. തോട്ടിലൂടെ ഒഴുകുന്നതാണെങ്കിൽ കറുത്ത നിറത്തിലെ വെള്ളമാണ്, ദുർഗന്ധമാണെങ്കിൽ ഭീകരം. ഭക്ഷണം കഴിക്കാൻ പോലും ഈ തീരത്തിരുന്ന് കഴിക്കാൻ പറ്റില്ല എന്നാണ് ഈ ആളുകൾ പറയുന്നത്. എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് ചേച്ചി? ബുദ്ധിമുട്ട്, ഒരു മഴ പെയ്താൽ നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റൂല. ആ വെള്ളമാണെങ്കിൽ ബ്ലഡിന്റെ കളറിൽ വരും, കറുത്ത കരിയായിൽ പോലത്തെ ആ നിറത്തിൽ വരും. ബാത്റൂമിന്റെ ഇതെല്ലാം തുറന്ന് ഈ വഴി വിടും. ഞങ്ങൾക്ക് ആ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ പുറത്ത് ആ വാതിൽ തുറക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റൂല. എന്താന്ന് വെച്ചാൽ കെട്ട് കണക്കിന് ചാക്ക് കണക്കിന് കോഴിയുടെ തലയും വെള്ളവും വേസ്റ്റും ബാത്റൂമിന്റെ എല്ലാം കൂടി വന്ന് ഇതാ ഈ സൈഡിൽ കൂടെ ഇറങ്ങണത്. യഥാർത്ഥ ഒരു ആ സൈഡിൽ ഫ്രണ്ട് ഭാഗത്തോട്ട് ആ തോടിന്റെ വിളിമ്പിൽ വന്ന് ഇരിക്കാനോ ചൂട് സമയത്ത് പുറത്തിറങ്ങാനോ പറ്റാതെ വരുന്നത്. ഞങ്ങൾക്ക് ഇത്തിരി ഒരു കന്നാലികളൊക്കെ ഉള്ളത്, പശുവൊക്കെ ഉള്ളതാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് പല അസുഖവും വന്നിട്ടുണ്ട്. അത് ഇറങ്ങാൻ പറ്റൂല. അത്ര ഈ കറുത്ത കരിക്കട്ട കൊണ്ട് ഉള്ള നിറത്തിലാണ് ആ വെള്ളങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും പൊടി മക്കൾക്ക് ജീവിക്കാൻ ഇവിടെ നിവർത്തിയില്ല. ഇനി ഇതിലപ്പുറം ഞങ്ങൾ നാറ്റമടിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിനും പറ്റാതെ, ചിലപ്പോ ആ മഴ പെയ്ത ഞങ്ങൾക്ക് കുടിക്കാൻ കൂടി വെള്ളം കൊണ്ടുവച്ച് കുടിച്ച് ആ കതവ് തുറന്നിരുന്നാല് എല്ലാ ജനലും അടപ്പുള്ളതല്ല, അങ്ങനെയുള്ളത് ഞങ്ങൾക്ക് ഇരിക്കാൻ വയ്യ. നമ്മൾ ഈ നാട്ടുകാരുടെ പ്രതിസന്ധി മാത്രമല്ല ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. കാരണം ഈ തോട് ഒഴുകിയെത്തുന്നത് വെള്ളായണി കായലിലേക്കാണ്. ഇപ്പോൾ തന്നെ വിഴിഞ്ഞത്തെ പ്രദേശങ്ങളിൽ, വെങ്ങാനൂർ പ്രദേശങ്ങളിൽ പല ഇടങ്ങളിലായി പമ്പിംഗ് നടക്കുന്നത് ഈ വെള്ളായണി കായലിൽ നിന്നാണ്. നേരത്തെ തന്നെ ഞാനുണ്ട് ഇവിടെ ചോദിക്കാമെന്റെ ഒരു എപ്പിസോഡ് വിഴിഞ്ഞത്താണ് ചെയ്തിരുന്നത്. അന്ന് നമ്മൾ ചെയ്തത് അവിടെ പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിൽ പുഴുക്കളെ കണ്ടെത്തി എന്നതാണ്. ഇതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും എന്തുകൊണ്ടാണ് പുഴുക്കളെ അവിടെ കണ്ടെത്തിയതെന്ന്. ഈ ജലമാണ് ഒഴുകി വെള്ളായണി കായലിലേക്ക് പോകുന്നതും അവിടെ നിന്ന് പമ്പ് ചെയ്യുന്നതും. നേരത്തെ പറഞ്ഞതുപോലെ ചേട്ടാ, ഒരു തലമുറ മാറ്റം വരുമ്പോൾ നമ്മുടെ ജലസ്രോതസ്സുകളുടെ രൂപം മാറിപ്പോവുകയാണ്. ഒരുപക്ഷെ കോരി കുളിച്ചതോ അല്ലെങ്കിൽ അന്ന് വളരെ
കണ്ണാടി പോലെ ഒഴുകിയതോ ആയ സ്ഥലങ്ങളാണ് ഈ തരത്തിൽ മലിനമായി കിടക്കുന്നത്. തീർച്ചയായിട്ടും ഒരു 40 വർഷം. എന്റെ പേര് രാമചന്ദ്രൻ നായർ. കാരണം അതിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ എല്ലാ സംഭവം നടക്കും. 40 വർഷം ഈ തോടി ഇറങ്ങി കുളിച്ചിട്ടുള്ളവനാണ്. പരിപൂർണമായിട്ട് ഒരഴുക്കോ ഒന്നുമില്ലായിരുന്നു. ഇതിപ്പോ ചെയ്യുന്നത് മുകളിൽ നിന്നുള്ള ഡ്രെയിനേജ് ആണ്. ശരി, ആക്ച്വലി ഡ്രെയിനേജ് ആണ് വരുന്നത്. 3-4 പൈപ്പാണ് ഓരോ വീടുകളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് വിഷ്വലായിട്ട് നിങ്ങൾക്ക് പോയി കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും അതിനു വേണ്ടിയുള്ള പ്രാഥമിക നടപടികളെല്ലാം നാട്ടുകാരെല്ലാം കൂടെ ഏകോപിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ ഇതിൽ ഉണ്ടാകുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇത് വ്യക്തിപരമായിട്ട കാര്യങ്ങളാണ്. രാഷ്ട്രീയം വേണമില്ലെന്നും പറയുന്നില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, അദ്ദേഹം ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വ ബോധത്തോടെ ജനപ്രതിനിധികൾ ഇടപെടേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായിട്ടുമാണ്. മാത്രമല്ല ഈ വെള്ളായണിക്കായൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൈതൃക സമ്പത്താണ്. തിരുവനന്തപുരത്തിന്റെ ഒരു മുദ്രയാണ്. അവിടെ ജലസ്രോതസ്സാണ്, മത്സ്യബന്ധനം നടക്കുന്നുണ്ട്. അവിടെ മാലിന്യം നീക്കം ചെയ്ത് അതിന്റെ ആഴം കൂട്ടണമെന്ന ആവശ്യം പല വർഷങ്ങളിലായുണ്ട്. അപ്പോഴാണ് ഈ മാലിന്യം കൂടുതലായി അവിടേക്ക് ചെന്നിറങ്ങുന്നത്. അതെ, ആ വെള്ളായണിക്കായൽ തന്നെ ചെന്നിറങ്ങുന്നത് കംപ്ലീറ്റ്. അപ്പൊ അത് പരിപൂർണമായിട്ടും അത് നമുക്കിത് സോൾവ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ. ഇതിനു വേണ്ടി ഇത് നഗരസഭയുടെ കീഴിൽ വരുന്നൊരു ആണ്. നഗരസഭയിൽ തന്നെയാണ്, തിരുവനന്തപുരം കോർപ്പറേഷൻ. ഈ ദുർഗന്ധവും ഭീകരമാണ്. ഭീകരമാണ്. അത് നടന്നു പോകും തന്നെ മനുഷ്യർ വിഷ്വലായിട്ട് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്ത് പറയുന്നത് പ്രയാസം? ഇവിടെ ഈ തോട്ടിന്റെ പരിസരത്ത് അങ്ങ് ഇരിക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ ഈ തോട്ടിൽ കൂടെ വരുന്ന മാലിന്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത് കക്കൂസ് മാലിന്യം, രണ്ടാമത് മൃഗങ്ങളുടെ കോഴി, മൃഗങ്ങൾ, ഇതിന്റെയൊക്കെ മാലിന്യങ്ങളാണ്. ഈ പരിസരത്തിരുന്ന് ആഹാരം കഴിക്കാനോ നിൽക്കാനോ ഒന്നിനും പറ്റാത്തവരോ ഈ ചൂട് സമയത്ത് പുറത്തിറങ്ങിയിരിക്കാൻ പോലും വയ്യാത്തൊരു അവസ്ഥയാണ്. പക്ഷെ ഈ ഒഴുകിയെത്തുന്നത് നമ്മുടെ ശുദ്ധജല തടാകമായ കായലിലാണ്. ആ കായലിൽ നിന്നാണ് പല സ്ഥലത്തും, അതായത് വെങ്ങാനൂർ പോലെ, വിഴിഞ്ഞം പോലെ, കോവളം പോലെ ആ പ്രദേശത്തെല്ലാം വെള്ളം കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത് ഈ വെള്ളമാണ്. പുഴുവിനെ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് പരാതി ഉണ്ടായിരുന്നു. അത് ഈ വെള്ളമാണ് ചെന്ന് ഇറങ്ങി അവര് ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞ് പൈപ്പ് ലൈൻ വഴി വിടുന്ന വെള്ളം അവർ എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇത്തിരി ബ്ലീച്ചിങ് പൗഡർ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് ശുദ്ധീകരണം ആവില്ല. ഇത് ഈ കക്കൂസ് മാലിന്യങ്ങളെല്ലാം ഒഴുകി ഇറങ്ങുന്ന വെള്ളത്തെ കുടിവെള്ളമായിട്ട് വിടുമ്പോഴത്തേക്കും മനുഷ്യരാശിക്ക് ജീവന് തന്നെ ഒരു ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇവിടെ ഈ വെള്ളത്തിലാണ് ഈ കൊതുകിന് മരുന്നടിക്കാൻ വരുന്നത്. ഈ ആരോഗ്യ വകുപ്പിൽ നിന്ന് ഇവിടെ കൊതുകിന് മരുന്നടിക്കാൻ വിടുന്ന വ്യക്തികളാണെങ്കിൽ ഈ പരിസരത്ത് വന്ന് വെള്ളം കെട്ടി കിടക്കുന്നോ ഇല്ലയോ എന്നല്ല നോക്കുന്നത്. പക്ഷെ ഈ മാലിന്യം നിറഞ്ഞ ഈ തോട്ടിൽ വന്ന് സ്പ്രേ ചെയ്തിട്ട് പോകും. ഇതാണ് അവരുടെ ഒരു ദിവസത്തെ വേതനം, അത്രേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഈ വെള്ളത്തിലാണ് അവര് വന്ന് സ്പ്രേ ചെയ്തിട്ട് പോണത്. അതിലൊന്നും നമുക്ക് ഈ തോട്ട് വരമ്പിൽ താമസിക്കുന്ന ആർക്കും അതിലൊന്നും ഒരു പ്രയോജനവും ഇല്ല. ഈ കുടിവെള്ളം ഇപ്പൊ എങ്ങനെ? പൈപ്പ് കണക്ഷനാണ് കുടിവെള്ളം. അതുവഴി കിണറുകളെല്ലാം മലിനമാണ്. ഇത് 83-84 ബ്ലോക്കിൽ നിന്ന് നിർമ്മിച്ച കിണറാണ്. ഈ കിണറ് നമുക്ക് ഇത് കുടിവെള്ളമായിട്ട് ഇവിടങ്ങളിലുള്ള വീട്ടുകാരെല്ലാം കുടിവെള്ളമായിട്ട് ഉപയോഗിച്ചിരുന്ന കിണറാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം എങ്ങനെയാണ് ആ ജലം ഈ കിണറ്റിനുള്ളിൽ ഉള്ളതെന്നത്. തോട്ടിന്റെ വെള്ളം ഇറങ്ങുന്നതാണ് ഈ വെള്ളം മലിനമായിട്ട് കിടക്കുന്നത്. ഇപ്പൊ ഒരു പാത്രം കഴുകാനോ ഒരു തുണി കഴുകാനോ കൈയും കാലും കഴുകാൻ പോലും പറ്റാത്തൊരവസ്ഥ. കുടിക്കുന്നത് ഒഴിവാക്കി മറ്റു കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഈ വെള്ളത്തിന്റെ നിറം കാണുമ്പോഴേ അറിയാം. അത്രയും ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവിടുത്തെ ഒരു കൃഷിക്കാരനാണ്. നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പൊ ആ വയലിലിറങ്ങാനും പാടില്ല, ഒരു നിവൃത്തിയില്ല. സന്ധ്യ ആയ വീട്ടിൽ കതവ് തുറന്നിട്ട് വീട്ടിലിരിക്കാൻ പറ്റില്ല. ഒരു ചെറിയ TV ഉള്ളത് തന്നെ കാണാൻ കതവ് തുറന്നിട്ട് ഇരിക്കാൻ പറ്റില്ല. അത്ര നാറ്റമാണ്. നാറ്റം എന്ന് വെച്ചാൽ ഇവിടെ പിള്ളേർക്കെല്ലാം ഇനി സൂക്കേട് വരും. ഇപ്പൊ ഇത് കുറെ കാലം കൊണ്ടാണ് ഈ കുഴപ്പം. നമ്മൾ ഒരു കാർഷിക മേഖല എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മുടെയൊക്കെ മനസ്സിൽ അത്രയും ഒരു പരിശുദ്ധമായ അത്രയും നമ്മൾ അങ്ങനെയാണ് ഒരു സങ്കല്പം. പക്ഷെ ഇവിടെ വന്ന് കാണുമ്പോൾ പരിശുദ്ധം പോയിട്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങനെയാണ്, മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഇനി ഇവിടുന്ന് മാറേണ്ട ഒരവസ്ഥയാണ് വരുന്നത്. ആ കണക്കായി ഈ തോട്. ഞങ്ങൾ ഇറങ്ങി കുളിക്കുകയും നനയ്ക്കുകയും എല്ലാത്തിനും ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ തോട്. ഇപ്പൊ അതാ വരണാണ്ടില്ലേ കറാന്ന് കരിവായിലിന്റെ കണക്കാണ് വരുന്നത്. മഴ സമയത്താണെങ്കിൽ ഒരു രക്ഷയില്ല, ആ കണക്കിനാണ് വരുന്നത്. നമ്മുടെ ഈ കൃഷി വകുപ്പിന്റെയും ഭക്ഷ്യവകുപ്പിന്റെയും ഒക്കെ പല പരിപാടികളും നോക്കുമ്പോൾ വെള്ളായണി എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു ഐക്കണായിട്ട് കാണുന്ന ഒരു പ്രദേശം. ടൂറിസം ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് ആളുകൾ വരുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു യഥാർത്ഥ ജീവിതം ഈ തരത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്.
ഇവിടെയൊക്കെ ഏതാണ്ട് ഒരു 10-30ഓളം ആൾക്കാർ തന്നെ ഈ കണ്ടത്തിലുണ്ട്. അവരെല്ലാം കൃഷി കൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇപ്പം കൃഷി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ പല മേഖലയിലും പോയി കഴിഞ്ഞു. കൃഷി ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കൃഷി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരെന്തെങ്കിലും സഹായം ചെയ്തു തരും. അല്ലാതെ വേറെ ഒരു സപ്പോർട്ടും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കൃഷി ബുദ്ധിമുട്ടാണ്. ഇനി അത് നടക്കാൻ വളരെ പ്രയാസം. ഒരു പരിഹാര മാർഗം എന്താണ് ഇതിനകത്ത്? പരിഹാര മാർഗം ആദ്യം ഈ തോട് വൃത്തിയാക്കി തരിക. ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് ശരിയാവില്ല. കാര്യം ഈ വെള്ളം പിന്നെ തിരിച്ചെവിടെ വിടുന്നത്? കാര്യം ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ തന്നെ വീണ്ടും വരും. അപ്പൊ അത് വീണ്ടും ബുദ്ധിമുട്ടാവും. തോടിന്റെ തുടക്കത്തിലോ മറ്റോ ഒരു പ്ലാന്റ് സ്ഥാപിച്ച് ആ വെള്ളം ഈ തോട്ടിലൂടെ വരുന്ന രീതിയിൽ എന്തെങ്കിലും ശുദ്ധീകരിച്ച് ശുദ്ധിയായ വെള്ളം ഇത് വരുന്നതിന് കുഴപ്പമില്ല. അത് മുകളിൽ എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ. ഇപ്പൊ വിഴിഞ്ഞം പദ്ധതി ഒരു വലിയ പ്രോജക്റ്റാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് ആവശ്യമായ വെള്ളം കൊണ്ടുപോകാൻ ഈ കായൽ ആശ്രയിക്കുമെന്നാണ് അവർ ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം വേറെ ജലസ്രോതസ് ഇല്ല. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വരുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ ഈ വെള്ളം എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതാണ്. പമ്പോസിൽ പോയാൽ അറിയാം ഇവിടെ നിന്ന് അടിച്ചു വിടുന്ന വെള്ളത്തിന്റെ കളർ എങ്ങനെയാണെന്നുള്ളത് അപ്പോഴേ അറിയാൻ സാധിക്കും. ആറ്റിൽ പായാൻ പറ്റാതിരിക്കുമ്പോൾ അവിടെ മധുപാലത്തിൽ ഒരു ഷട്ടറുണ്ട്. ആ ഷട്ടർ അടച്ചു കഴിഞ്ഞാൽ നേരെ ഇതെല്ലാം കായലിൽ തന്നെ പോണത്. ഈ അഴുക്ക് മാലിന്യങ്ങളെല്ലാം മൊത്തവും കായലിലാണ് പോണത്. ഒരു അശാസ്ത്രീയമായ കൈകാര്യം ചെയ്യലാണ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ ഇത് കുറെയൊക്കെ അങ്ങ് മാറും, കുറെ മാറും. പക്ഷെ ഇതാണ് പ്രശ്നം ഇപ്പോഴും. നമുക്ക് കൂടുതൽ ആൾക്കാരുണ്ട്. ചേച്ചി, ഇവിടുത്തെ ഒരു പ്രയാസം പ്രയാസം വെച്ചാൽ കൊച്ചുങ്ങളെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല, പലവിധമായ അസുഖങ്ങൾ വരുന്നുണ്ട്. പിന്നെ വീട്ടിനകത്ത് ഫാൻ ഇട്ടിട്ട് ഒന്നും ഇരിക്കുക, ചൂട് സമയത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. 2-3 മണിയാകുമ്പോഴൊന്ന് ഇറങ്ങി നോക്കണം. അപ്പോഴുപോലെ രാത്രി 2-3 മണിക്കാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. അതുകൊണ്ട് കുഞ്ഞു പിള്ളേരെ കൊണ്ട് അവർ ബന്ധുക്കളെ വീട്ടിലേക്കാണ് നിൽക്കേണ്ടി വരുന്നത്. ഇപ്പൊ വല്ല പനി വന്ന കൊച്ചുങ്ങളെ കൊണ്ട് അവർ ബന്ധു വിട്ട് പോയിക്കളയും. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. കാര്യം 10-40 വർഷം കൊണ്ട് ഓരോരുത്തർ നമ്മൾ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരും ഒന്നും ഇതുവരെയ്ക്കും മുൻകൈ എടുത്തിട്ടില്ല. പക്ഷെ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. ഇതിൽ നിന്ന് നിങ്ങൾ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കി നമുക്ക് തരണം. പറയുന്നത് ഇതിന്റെ സമീപത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും അത്രയും കതവ് തുറക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഒന്ന് ചൂടായ ഫാനിട്ടാ ഇതിന്റെ ഇതെല്ലാം അടിച്ചകത്ത് കയറ്റി നമുക്ക് ഫാനിടാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. പല രോഗികൾ ഒരുപാട് പേരുണ്ട് ഇവിടെ. ശ്വാസം മുട്ടുള്ളവരും ഓപ്പറേഷൻ കഴിഞ്ഞവരും ഡയാലിസിസ് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് രോഗികളൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ പനി വന്നാൽ അത് തന്നെ, പനി വരുമെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ബന്ധുക്കളെ വീട്ടിലാണ് പോണത്. കാര്യം കഥ ഉറക്കാനോ ഇവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല. മാത്രമല്ല ഇതൊന്ന് രോഗം പകരാനുള്ള സാധ്യത കൂടുതലാണ്. വളരെ കൂടുതലാണ്. നമ്മ ഇവിടുന്ന് കുടിക്കാൻ വേണ്ടി എടുക്കാൻ പോലും കുടിവെള്ളത്തിന് വേണ്ടി നമ്മൾ ഇപ്പോഴൊരു വർഷത്തിനകത്താണ് ഇവിടെ പൈപ്പ് ലൈനുകൾ ഈ എല്ലാ വീട്ടുകളിലും എത്തിയത്. അത് കഴിഞ്ഞ് ഈ പൈപ്പ് ലൈന് വെള്ളം നമ്മൾ കിണറ്റിന്ന് കോരുമെങ്കിൽ ഈ വേസ്റ്റ് വെള്ളമാണ് ഈ കിണറ്റിൽ വന്നെത്തുന്നത്. അതുപോലെ ഈ ചവറുകളും അധികാരികൾ ഇത് മുൻകൈ എടുത്ത് ഇത് കൗൺസിലർ ഇതുപോലെ നമ്മളെ വന്ന് ഇവിടെ കണ്ടിരുന്നു. കൗൺസിലർ വന്ന് എല്ലാം എഴുതി ഒപ്പിട്ട് വാങ്ങിച്ച് നമുക്കെല്ലാം ചെയ്യേണ്ട തയ്യാറെടുപ്പ് ഇപ്പൊ ഉടനെ തന്നെ നടത്താമെന്ന് പറഞ്ഞ് അവര് പോയിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത തലമുറയ്ക്ക് ജീവിക്കണമെങ്കിൽ അടുത്ത കുടിവെള്ളം കാക്കാമൂലായിരുന്നല്ല കല്ലൂരായിരുന്നു ഇങ്ങനെ പോകുന്ന വെള്ളമല്ല ഈ കായലിൽ നിന്ന് ഈ ഒരൊറ്റ തോട് കാരണമാണ് ഈ ഫുൾ വയലുകളിലും പ്ലാസ്റ്റിക്കും ഈ കക്കൂസ് മാലിന്യങ്ങളെല്ലാം ഇറങ്ങി ഒരു നിവൃത്തിയില്ല. ഒരു തോട് ഒരു ജലാശയത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന ഈ ഒരൊറ്റ തോട് കാരണമാണ് ഈ വെള്ളായണി കായൽ മൊത്തം നശിക്കുന്നത്. ഈ വയലുകൾ ഫുള്ളാ നശിക്കുന്നത്. ഇത് മത്സ്യസമ്പത്തിനെയും ബാധിക്കില്ല. മത്സ്യങ്ങൾക്ക് ഇപ്പോഴും ഒരു സിലോപ്പിയ ഒരു കാര്യ വളർന്നുകൊണ്ടിരുന്നത് മൊത്തം ചത്ത് പെരുകയാണ്. കാരണം വെച്ചാൽ ഒന്നിനു പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. മീനുകൾ നമ്മൾ പിടിച്ച് കഴിക്കുമായിരുന്നു. ഇപ്പൊ മീന് ഇല്ല കഴിക്കാൻ പോലും. അത്രയ്ക്ക് അവസ്ഥ. കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്കിപ്പോ വെളിയിറങ്ങി ഇത് ആഹാരം കഴിക്കണ്ടേ? ഒരു നേരത്തെ കതവ് തുറന്ന ഒരു ആഹാരം കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇവിടെ. മാത്രമല്ല ഈ വെള്ളായണിക്കായലിന്റെ കയ്യേറ്റം ഒരു വിഷയമാണ്. ഈ തോട് ഒഴുകുന്നതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലെ ഈ വേസ്റ്റ് നിക്ഷേപം ഈ ചാക്കുകളിൽ കൊണ്ട് രാത്രികാലങ്ങളിൽ തള്ളുന്നത് അങ്ങനെയുള്ള പ്രവണത. ഇത് ചാക്കുകളിൽ തള്ളുന്ന വെച്ചാൽ ഈ ഒരൊറ്റ തോടിലാണ് ഈ ഉള്ള എല്ലാ ചാക്കും തള്ളുന്നത്. ഞങ്ങള് ഓരോരോ ചാക്ക് ഇവിടെ വരും, ഇവിടെ കെട്ടിക്കിടക്കും. ഞങ്ങള് ഓരോ ചാക്കായിട്ട് നമ്മളായി കഴിയുന്നത് കൊണ്ടൊന്ന് മുകളിൽ കയറ്റി വയ്ക്കും. വീണ്ടും കെട്ടുകണക്കിന് ലോഡ് മാറ്റി വയ്ക്കുന്നതും നമ്മുടെ വീടിന്റെ സമീപത്താണ് ഈ ചാക്കുകൾ. എന്നിട്ട് അതിനെ ഓരോ പ്ലാസ്റ്റിക് കയറ്റി വെച്ചിരിക്കും. അതിനെ കത്തിച്ച് കളയെ അവരാരെങ്കിലും വരുമ്പോൾ അവിടെ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യണം ഇപ്പോഴും. ഇതിപ്പോ കോർപ്പറേഷനിലുള്ള ആൾക്കാരാണ്
ഇത്രയും നേരം പറഞ്ഞത്. നമ്മുടെ പഞ്ചായത്തിലും ഇതിനേക്കാളും വലിയ മോശപ്പെട്ട അവസ്ഥയിലാണ്. കാര്യം ഇവിടെ നിന്ന് വരുന്ന വെള്ളം നേരെ ചെന്നിറങ്ങുന്നത് കന്നാലിച്ചാലി വഴി വെള്ളായണി കായലിലാണ്. ശുദ്ധജല തടാകത്തിൽ രണ്ടാമത്തേതാണ് വെള്ളായണി കായൽ. ഈ കായലിന്റെ പരിസരത്തുള്ളവർക്ക് ഇപ്പൊ സത്യം പറഞ്ഞാൽ കുടിവെള്ളം ഇല്ല. ഇന്നലെ തന്നെ നമ്മളൊരു വലിയൊരു സമരം, പൈപ്പിൽ നിന്ന് വെള്ളം ഇല്ല എന്ന് പറഞ്ഞ് വലിയൊരു സമരം ചെയ്തതാണ്. ഈ വെള്ളം ശുചീകരിച്ച് നമുക്ക് വേണ്ട വെള്ളം ഇവിടെ കിട്ടും. ഇപ്പൊ വിഴിഞ്ഞത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മളെ കായലിൽ നിന്ന് വെള്ളം എടുക്കാന്നാണ് അവരുടെയൊക്കെ ഒരു കണക്കുകൂട്ടൽ. അപ്പൊ അതിനു മുമ്പ് തന്നെ ഇത് മലിനപ്പെട്ട അവസ്ഥയാണ്. കാര്യം കോർപ്പറേഷൻ നഗരസഭയിൽ പല പ്രാവശ്യവും പഞ്ചായത്ത് ഒന്നടങ്കം കമ്മിറ്റി തീരുമാനം എടുത്തു കൊടുത്തിട്ടുണ്ട്. ജൈവവൈവിധ്യ ബോർഡിനും അതുപോലെ പലർക്കും വേണ്ടി നമ്മൾ എല്ലാ വർഷവും തണ്ണീർത്തടം സംരക്ഷണം അല്ലെങ്കിൽ ഇനി ഞാൻ ഒഴുകട്ടെ എന്നൊക്കെ പറഞ്ഞ ബൃഹത്തായ സർക്കാരിന്റെ പ്രോജക്റ്റുകളെല്ലാം വരാറുണ്ട്. ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് തൊഴിലുറപ്പിലെ പാവപ്പെട്ട അമ്മമാരെ വിളിച്ചിറക്കി കുറച്ച് വൃത്തിയാക്കും, ഫോട്ടോ എടുക്കും, പോവും. ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിനുശേഷം ഇതിന്റെ അടിയിൽ കൂടെ ഇട്ടിരിക്കുന്ന പൈപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും തയ്യാറാവുന്നില്ല. പല പ്രാവശ്യവും ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്ങ്, അത് ഏത് ഭരണസമിതി ആയിരുന്നാലും ഒന്നടങ്ങ് ഓപ്പറേഷൻ മേയർക്ക് നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരെ ഒന്നും നടന്നിട്ടില്ല. ഇവിടെ ഇത്ര മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് മാങ്കിളിക്കരി, പണ്ടാരക്കരി, കാഞ്ഞിരന്തടി എന്ന് പറഞ്ഞ് 3 പാടശേഖരമുണ്ട്. ഈ 3 പാടശേഖരത്തിലും കുട്ടനാടിനെക്കാളും ഏറ്റവും നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പൊ കൃഷിക്കാർ പോലും ഇറങ്ങാൻ തയ്യാറല്ല. കാര്യം ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ചൊറിച്ചിലും മറ്റ് പ്രശ്നങ്ങളാണ്. തൊഴിലുറപ്പുകാർ പോലും ഇറങ്ങാൻ തയ്യാറല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ തൊഴിലുറപ്പ് എങ്ങനെയാണ് ജോലി ചെയ്തിരിക്കണതെന്ന് കാണാം. കാര്യം അവർക്ക് ഇറങ്ങാൻ പറ്റില്ല. മെഷീൻ കൊണ്ടുവന്ന് ഇറക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. എപ്പോഴും ഹ്യൂമൻ ആണ് ഇറങ്ങി ചെയ്യുന്നത്. അവർക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ കിണറിൽ മാത്രമല്ല, ഞങ്ങളുടെ പഞ്ചായത്തിന്റെയും കിണറുകളിലൊക്കെ വെള്ളം ഇതേ അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലും വരുന്നത് ഇറച്ചി വെട്ടുന്ന വേസ്റ്റും കാര്യങ്ങളും. ഈ വേസ്റ്റ് ഈ കനാലിലൂടെ ഒഴുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ കവറിലെങ്കിലും കെട്ടി, ചാക്കിലെങ്കിലും കെട്ടിക്കൊണ്ടുവന്ന് ആളില്ലാത്ത പരിസരത്തിട്ടിട്ടു. മിക്കവാറും പഞ്ചായത്തിന്റെ റെക്കോർഡ് എടുത്ത് വെച്ച് പരിശോധിച്ചാൽ അറിയാം, 10,000, 12,000 രൂപ, 13,000 രൂപ, 7,000 രൂപയൊക്കെ കൊടുത്ത് നമ്മൾ JCB കൊണ്ടുവന്ന് വെട്ടിമൂടുന്ന അവസ്ഥയാണ്. ആ മാലിന്യമാണ് ഈ വെള്ളത്തിലോട്ട് ഇവർ വലിച്ചെറിയണം. ഇതിന്റെ ഇടയിൽ ഇപ്പൊ പ്ലാസ്റ്റിക് വീടുകൾ തോറും കയറി ഇറങ്ങി പ്ലാസ്റ്റിക് ഹരിതകർമ്മ സേന കളക്ട് ചെയ്യുന്നതുകൊണ്ട് സ്നഗ്ഗിയും മറ്റുള്ള കാര്യങ്ങളുമാണ് ഇപ്പൊ പൊതുവായിട്ട് എറിയുന്നത്. അതിനെതിരെ എത്ര ബോധവൽക്കരണം നടത്തിയിട്ടും ഒരു പ്രയോജനവും കാണുന്നില്ല. പഞ്ചായത്ത് പെറ്റിയടിക്കുന്നുണ്ട്. പഞ്ചായത്ത് എവിടെ ആണോ മാലിന്യം വലിച്ചെറിയുന്നത് അവരുടെ നമ്പരോ വണ്ടി നമ്പരോ മൊബൈൽ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ 3-4 പേർക്ക് പെറ്റി അടിച്ചിട്ടുണ്ട്. പൈസയും അവർ പഞ്ചായത്തിൽ അടച്ച് മാപ്പ് അപേക്ഷയും നൽകിയിട്ടുണ്ട്. പക്ഷെ ആ പെറ്റി എന്ന് പറയുന്നത് ഈ കോർപ്പറേഷനിൽ നിന്ന് വരുന്നതൊന്നും ചെയ്യുന്നില്ല. അറവുശാലകളൊന്നും അടയ്ക്കാൻ ഞങ്ങൾ പറയുന്നില്ല. ആരെയും ഉപജീവനം നശിപ്പിക്കണമെന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ചെയ്യുന്ന കാര്യത്തിൽ അവർ കൃത്യതയോടെ ചെയ്യണം. ട്രീറ്റ്മെന്റ് പ്ലാന്റോ അല്ലെങ്കിൽ ഒഴുക്കുന്ന തടയാനുള്ള നടപടികളോ ഉണ്ടാവണം. അത് കോർപ്പറേഷൻ ലൈസൻസ് കൊടുക്കുമ്പോൾ കൃത്യമായി പരിശോധിച്ചിട്ട് ലൈസൻസ് കൊടുക്കണം. ആരെ ഇംഗിതത്തിന് വഴങ്ങി ലൈസൻസ് കൊടുക്കാൻ പാടില്ല. കൃത്യമായിട്ട് എങ്ങനെയാണോ നിങ്ങൾ മലിനം ജലം ഒഴുകി മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ അവരവിടെ കെട്ടിടത്തിൽ തന്നെ അത് സമ്മതിക്കേണ്ട രീതിയിൽ ചെയ്തിട്ട് ലൈസൻസ് കൊടുക്കണം. അത് മാത്രമേ ഞങ്ങൾക്ക് അവരുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളൂ. അല്ലാതെ ഈ ജൈവവൈവിധ്യ ബോർഡ് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സർക്കാർ തലത്തിൽ ഏറ്റവും വലിയ പദ്ധതിയാണ് നവകേരളം മാലിന്യമുക്ത. ഈ 31-ാം തീയതി ആവുമ്പോഴത്തേക്കും സീറോ മാലിന്യം എന്ന് പറഞ്ഞ് വേസ്റ്റ് സീറോ മാലിന്യം എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി സർക്കാർ ഒരുങ്ങുകയാണ്. അപ്പോഴും കല്ലൂർ പഞ്ചായത്തിന്റെയും തൊട്ടടുത്ത് കിടക്കുന്ന പൊന്നിമംഗലം വാർഡിന്റെയൊക്കെ അവസ്ഥയാണ് നേരിട്ട് ഇതാ ജനങ്ങൾ കാണുന്നത്. അത്രയും മോശപ്പെട്ട അവസ്ഥയാണ്. ഇതിനൊരു പരിഹാരമുണ്ട്. കാരണം ട്രിവാൻഡ്രം കോർപ്പറേഷൻ പോലെ അല്ല. ഇവിടെ ഒരു 12-13 സെന്റ് സ്ഥലമുള്ള ആൾക്കാരുണ്ട്. അതിനകത്ത് മേഡം പറഞ്ഞ പോലെ അതിനകത്ത് സംസ്കരിക്കാൻ പറ്റും. വയനാട്ട് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഞാനിത് 12 സെന്റുള്ള ആളാ. ഇദ്ദേഹത്തിന് അറിയാം, ഒരു മാലിന്യം പുറത്തുവിടാറില്ല. ഇതിനിപ്പോ ചെയ്യുന്നത് കോർപ്പറേഷൻ ഇവർക്കൊക്കെ അറിയാം. ഈ ഉറവിട മാലിന്യ സംസ്കരണത്തെ പറ്റിയാൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് ടാങ്ക് കേട്ടാലോ അതിനെന്തിനാ ഒഴുക്കി വിടുന്നേ? കേന്ദ്ര സർക്കാർ ഒരു സ്കീം ചെയ്യുന്നുണ്ട്. അതായത് കമ്പോസ്റ്റ് ബിറ്റ്, വേസ്റ്റ് ബിൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തൊഴിലുറപ്പിലൂടെ ഉൾപ്പെടുത്തി കേന്ദ്രം കൊടുക്കുന്നുണ്ട്. ഒരു വീട്ടിൽ എന്തായാലും മാലിന്യം ഉണ്ടാവും. ബാത്റൂമിൽ പോകുന്നതും കുളിക്കുന്നതും പാത്രം കഴുകുന്നതും വെള്ളം നമുക്ക് ഇന്ന ടാങ്ക് ചെയ്ത് അവിടെ ചെയ്യണമെന്നുള്ള ഒരിതുണ്ടല്ലോ. ആ ഒരു ബോധം ഉണ്ട് നമുക്ക് എല്ലാവർക്കും. വീട്ടിന് ലൈസൻസ് കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഇപ്പൊ നിയമം വന്നിട്ടുണ്ട്. ആ ഒരു നിയമം കടകൾക്കും ബാധകമാകണം.
അത്രേ ഉള്ളൂ. കാര്യം ഇനി വരാൻ പോകുന്ന 3ാം ലോക യുദ്ധം എന്ന് പറയുന്നത് കുടിവെള്ളത്തിനായിരിക്കും. ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടാൻ പോകുന്നത് വെള്ളത്തിന്റെ ഇടയിൽ കിടക്കുന്ന നമ്മുടെ കല്ലൂർ പഞ്ചായത്തിന്റെയും അനുബന്ധ വാർഡുകളിലും ആയിരിക്കും ഏറ്റവും കൂടുതൽ വെള്ളം. കാര്യം ഇപ്പം 3 ദിവസം കൊണ്ട് പൈപ്പുകളിൽ വെള്ളമില്ല. 3 ദിവസം പൈപ്പിൽ വെള്ളമില്ല. ഞങ്ങൾ ഇന്നലെ വലിയ പ്രക്ഷോഭമൊക്കെ ഇവിടെ കല്ലൂർ പഞ്ചായത്തിലെ മറ്റ് വാർഡ് മെമ്പർമാർ നടത്തി. കായലിന്റെ പരിസരത്ത് കിടക്കുന്ന വാർഡിൽ വെള്ളമില്ല എന്ന് വെച്ചാൽ എന്താണ് അവസ്ഥ? നമ്മുടെ സംസ്ഥാനങ്ങളിൽ 2ാമത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണിക്കായൽ. അവിടെ വളരെ ദയനീയമായ അവസ്ഥയാണ്. കാരണം കോർപ്പറേഷനിലുള്ള മാലിന്യങ്ങൾ വരെ നമ്മുടെ ഈ വെള്ളായണി കായലിലും പരിസരത്തും കുന്നുകൂടി കിടക്കുന്നതിനാൽ കൃഷി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ കൊച്ചുനാളിലെ കളിച്ച് വളർന്നും തോട്ടിൽ നിന്ന് വെള്ളം കോരി കുടിച്ചും നടന്നൊരു സ്ഥലത്ത് ഇപ്പൊ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് നീങ്ങുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരമായി കോർപ്പറേഷൻ അധികൃതരും അതിന് ബന്ധപ്പെട്ട ആൾക്കാരും ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഉടനെ തന്നെ അത് കാണണമെന്ന് എന്റെ ഒരു അഭ്യർത്ഥന കൊണ്ട് ഞാനത് പറയുന്നതാണ്. കറുത്ത നിറത്തിലാണ് ഈ ജലം ഇവിടെ ഒഴുകുന്നത്. പല സ്ഥലങ്ങളിലായിട്ട് മാലിന്യം കെട്ടി നിൽക്കുന്നുമുണ്ട്. ആ ഭാഗത്ത് നമ്മൾ ദൃശ്യങ്ങളിലേക്ക് ആ ഭാഗത്ത് കുറച്ചുകൂടെ പോയാൽ ഈ വെള്ളത്തിനുള്ളിൽ പല ചാക്കുകെട്ടുകൾ കിടക്കുന്ന ദൃശ്യങ്ങളും കാണാം. പ്ലാസ്റ്റിക് വസ്തുക്കളുണ്ട്, ചാക്കുകെട്ടുകളുണ്ട്. ഇതെല്ലാം തന്നെ രാത്രികാലങ്ങളിൽ ഇവിടെ വലിച്ചെറിയുന്നു എന്നതാണ് നാട്ടുകാർ പറയുന്നത്. രാത്രിയാണല്ലേ? എങ്ങനെയാണ്? 1 മണി 2 മണി പല ദിവസം ശബ്ദം കേട്ട് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നതും ആള് ബൈക്കും കൊണ്ട് പോകും. കുറെ നേരം വെളുത്ത് കഴിഞ്ഞാൽ ബ്ലഡ് നിറത്തിലാണ് ഈ വെള്ളം വരണത്. കറുത്ത് ബ്ലഡ് നിറത്തിൽ എന്തിനാണ് ഈ നിറത്തിൽ വരണമെന്ന് പറയുമ്പോഴാണ് ഈ കോഴിയുടെ ഇതാണ് ടാങ്കുകൾ തുറന്ന് ആ ചെറിയ മഴ വന്നാൽ മതി ബാത്റൂമില് ഈ ബ്ലഡിന്റെ നിറത്തിൽ മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ നിറഞ്ഞു വരും. അപ്പൊ പിന്നെ വീട്ടിനകത്ത് നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല. നമുക്ക് എന്തെങ്കിലും എല്ലാ അസുഖങ്ങളും ഉള്ള ഞാനല്ലേ ഒട്ടും ഇറങ്ങാൻ പറ്റൂല. കന്നാലിയുള്ളതിനെ കൊണ്ട് വെളിയിൽ കൂടെ ഇറങ്ങാൻ പറ്റൂല. നമ്മൾ ചില കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം പറഞ്ഞു പോകണം. കാരണം തിരുവനന്തപുരത്ത് റെയിൽവേയുടെ താൽക്കാലിക ജോലിക്ക് വന്ന ജോയി എന്ന തൊഴിലാളി ആ മാലിന്യ കൂനയിൽ വീണ് മരിച്ച സംഭവം, അതിനുശേഷം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് വലിയ ഉറപ്പുകൾ ഉണ്ടായിരുന്നു. ഈ രാത്രികാലങ്ങളിൽ വേസ്റ്റ് ഇങ്ങനെ കൊണ്ട് തള്ളുന്ന ആളുകളെ പിടികൂടാൻ സ്ക്വാഡുകളുടെ പ്രവർത്തനം ഉണ്ടാകുമെന്ന്. പക്ഷേ ഇതിപ്പോൾ എത്രമാത്രം കാര്യക്ഷമമായി ആ സ്ക്വാഡ് പ്രവർത്തിക്കുന്നുവെന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം കഴിഞ്ഞ ആദ്യ സമയങ്ങളിൽ കുറച്ച് വാഹനങ്ങളും ആളുകളെയും പിടികൂടുകയും അങ്ങനെയുള്ള നടപടികൾ ഉണ്ടായി. പക്ഷേ പിന്നീട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളില്ല. അതായത് സ്ക്വാഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് വേണം കരുതാൻ. മാത്രമല്ല ഈ പ്രദേശത്തെ ആളുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നഗരസഭാ പരിധിയിൽ വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ സ്ഥിരമായി ആളുകൾ വേസ്റ്റ് കൊണ്ടിടുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കൃത്യമായ ഒരു പരിശോധനയും ആ തരത്തിലുള്ള നിരീക്ഷണവും ഈ പ്രദേശത്ത് ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം കൂടി അവശേഷിക്കുകയാണ്. ഈ രാത്രികാലങ്ങളിലൊക്കെ ആയിരിക്കും അങ്ങനെ. രാത്രികാലങ്ങളിൽ 2-3 മണിക്കൊക്കെ നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോഴാണ് ഈ സ്മെല്ലടിക്കുന്നത്. നമ്മളിങ്ങനെ ടോർച്ച് കൊണ്ട് അടിച്ചു നോക്കുമ്പോഴും ഇങ്ങനെ കറുത്ത ഇതിലിപ്പം ബ്ലഡ് ഒക്കെ അങ്ങനെ പോകും. പെട്ടെന്ന് തന്നെ നമ്മൾ കഥ പൂട്ടി അങ്ങ് കയറും. എന്ന് 2-3 മണിക്കകം വെച്ച് ആണ് സ്മെല്ല് കൂടുതലായിട്ട് വരുന്നത്. നമ്മൾ ഈ ജനിച്ച് വളർന്ന സ്ഥലത്ത് ജീവിക്കാൻ പറ്റാതാവുന്ന സ്ഥിതി എന്ന് പറയുന്നത് വളരെ വിഷമമാണ്. നമ്മൾ കുളിച്ച് നനച്ച് എല്ലാവരും കുളിച്ച് നനച്ച് ഈ കിണറ്റിന് തന്നെ 9 കുടുംബക്കാരാണ് ഈ വെള്ളം കോരിക്കേണ്ടത്. 9 കുടുംബക്കാര്. ഇതിങ്ങനെ ഇല്ലാതായിട്ട് നമ്മള് ഈ പാത്രങ്ങളും കൊണ്ട് ഓട്ടയിലും ഇതൊക്കെയാണ് വെള്ളം അപ്പുറത്തൊക്കെ എടുക്കാൻ പോണതായിരുന്നു. ഈ കിണർ ഇവിടെ ഇട്ടിട്ട് ഓട്ടയിലും സൈക്കിളിലും ഒക്കെ വെച്ചാണ് വെള്ളം കൊണ്ടുവന്ന് അക്കരനെയൊക്കെ കൊണ്ടുവന്നോണ്ടിരുന്നത്. എന്നുവെച്ചാൽ അത്ര കുളിച്ചോണ്ടിരുന്നത് ഈ കുടിവെള്ളമാണ്. പക്ഷെ ഈ കിണറാണ് നമ്മൾ ആശ്രയമായിരുന്നത്. പക്ഷെ ഇതിങ്ങനെ വന്നോടും കൂടി നമുക്ക് ഈ കിണറിന്റെ ഇത് പോയി ഇങ്ങനെ ഉപയോഗശൂന്യമായിട്ട് ഒരു ഇതുമില്ലാതെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഒരു വിഭാഗം ആളുകൾ, ഒരു പ്രദേശത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന കിണർ ഇതാ ഇപ്പൊ പായൽ കയറി കരിയില ഇങ്ങനെ മൂടി വെള്ളം ഉപയോഗിക്കും. ഇതിനൊരു മാറ്റം കൊണ്ടാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മളിവിടെ മാറി താമസിക്കേണ്ടി വരും, മാറ്റി താമസിക്കേണ്ടി വരും. കാര്യം എവിടെയും നല്ലൊരു സ്ഥലത്ത് നമ്മൾ ഏതാ സ്ഥാനത്താക്കണം. അങ്ങ് അറ്റം തൊട്ട് ഇവിടെ വരെ നിൽക്കേണ്ടത് എല്ലാവർക്കും അറിയാം. കാര്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് നമ്മൾ പറയുന്നത്. ഈ നമുക്ക് നഗരസഭയുടെ ഭാഗത്ത് നിന്ന്, നമ്മുടെയൊക്കെ ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ MLA-യുടെയോ അല്ലെങ്കിൽ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രിമാരുടെയോ ഒക്കെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ആത്മാർത്ഥമായ ഒരു ഇടപെടലാണ് ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്. അത് വേണം. അത് ആരും എല്ലാരും അപ്പോഴൊന്ന് പറഞ്ഞിട്ട് പോകും, പിന്നെ ആരും പിന്നെ വരത്തില്ല. അതാണ് അങ്ങനെയാണ്. അതെ, ഇത് ഒന്നാമത് ആരോഗ്യ വകുപ്പ് ഇത് കൈകാര്യം ചെയ്തേ പറ്റുള്ളൂ. കാരണം ആരോഗ്യ പ്രശ്നമാണ്, മനുഷ്യർക്ക് ആരോഗ്യ പ്രശ്നമാണ്, പല രോഗങ്ങളാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തെ അസുഖങ്ങളാണ്. ഈ കൊറോണ വന്നതിന് ശേഷം ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടിലാണ്. അപ്പൊ ഈ വെള്ളവും ഇതിന്റെ നാറ്റവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് രൂക്ഷമായിട്ടുള്ള ഒരു രോഗത്തിന് അടിമകളായി പോകുന്ന ഒരു അവസ്ഥയാണ്.
കുടിവെള്ളം പോലും ഇതിൽ നിന്ന് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. നഗരസഭയുടെ ഏത് സോണൽ ഓഫീസിന് കീഴിലാണ് ഈ പ്രദേശം വരുന്നത്? നിയമം തീർച്ചയായിട്ടും അങ്ങനെ ഈ പ്രാദേശികമായുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ നഗരസഭ സോണൽ ഓഫീസിലെ ആരോഗ്യ വിഭാഗ പ്രവർത്തകർക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. അവർ ഇവിടെ വരികയും അത് പരിശോധിക്കുകയും വേണം. ഏത് തരത്തിലാണ് ഈ മാലിന്യം ഇവിടേക്ക് വരുന്നത്, ആരൊക്കെയാണ് ഇതിലേക്ക് ഒഴുക്കുന്നത് എന്നത് കൃത്യമായി കണ്ടെത്തേണ്ട ഒരു ഉത്തരവാദിത്വം താഴെത്തട്ടിലെ സംവിധാനം എന്ന നിലയിൽ തദ്ദേശ സ്ഥാപനത്തിനുണ്ട്. ജനങ്ങളുമായി നിരന്തരം ഇടപെടുന്ന ഒരു കേന്ദ്രം എന്ന നിലയ്ക്ക് ആ സോണൽ ഓഫീസ് അതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ആരോഗ്യ വകുപ്പ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരോഗ്യ വകുപ്പിന്റെ ഒരു നിരീക്ഷണം കൂടി ഇക്കാര്യത്തിൽ വരണം. കാരണം ട്രീറ്റ്മെന്റ് പ്ലാന്റ് കൃത്യമായി ഒഴുകിപ്പോകാനുള്ള സംവിധാനം. എന്തുകൊണ്ട് ഈ ഓടകൾ പലയിടങ്ങളിലും നേരിടുന്ന പ്രശ്നമാണ്. പകുതി വഴിയിൽ ഓട അടഞ്ഞു പോവുക, സാധാരണ ആളുകൾ തുറന്നുവിടുന്ന വെള്ളം ആ പ്രദേശത്ത് കെട്ടി നിൽക്കുക, ആ ജലം ഒരുപക്ഷെ മഴവെള്ളം പോലും ഒഴുക്കിവിടുന്ന ആളുകൾക്ക് അവരുടെ ഓടകൾ ആരോഗ്യവകുപ്പ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ മഴവെള്ളം പുറത്തേക്ക് പോവില്ല. അതോടൊപ്പം തന്നെയാണ് ഈ ജനങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ ഓടകൾ പ്രോപ്പർ അല്ലെങ്കിൽ, ഒഴുകി പോകുന്ന സംവിധാനങ്ങൾ പ്രോപ്പർ അല്ലെങ്കിൽ മാലിന്യം ഒഴുകി പരന്നുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ട്. ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുക മാത്രമല്ല മനുഷ്യ വിസർജ്യം അടക്കമുള്ള കാര്യങ്ങൾ ഒഴുക്കി വിടുന്നെങ്കിൽ അതിൽ കർശനമായ നടപടി സ്വീകരിക്കുക എന്നത് തന്നെയാണ്. കാരണം ഇത്രയും ദുർഗന്ധം വരുന്ന സാഹചര്യത്തിൽ ഇതിൽ സാധാരണ നിലയിലുള്ള വെള്ളമല്ല വരുന്നത് എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയും. ആ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പ്രദേശത്തെ ആളുകൾ പറയുന്നതും. ഇപ്പോൾ കൃഷിയുടെ കാര്യം ചേട്ടൻ നേരത്തെ പറഞ്ഞു. വലിയ തോതിൽ കൃഷി ഉണ്ടായിരുന്ന പ്രദേശമാണ്, വെള്ളായണിയാണ്, നമുക്കറിയാം. ഈ ഒരു പ്രശ്നം കാരണമാണോ ഈ ആളുകൾ കുറെയെങ്കിലും കൃഷിയിൽ നിന്ന് മാറിപ്പോകുന്നത്? തീർച്ചയായിട്ടും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇപ്പൊ ആരും കൃഷി ചെയ്യാറിറങ്ങണില്ല. കൃഷി ചെയ്യാനെന്ന് പറഞ്ഞാൽ വയലിൽ ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങിയാ ഇതാണ് സംഭവം. കൈയും കാലെല്ലാം പൊള്ളി. മുകളിലൊരു പാർട്ടിയുണ്ട്, എരുമ 2 ദിവസം വയലിൽ ഇറങ്ങി കെട്ടിയേ ഉള്ളൂ. ആ കൈയും കാലും നീറി അവിടെ ഇരിക്കുകയാണ്. ഞാൻ ഇപ്പൊ അവിടെ പോയിട്ടാണ് പറഞ്ഞത്. അതിലാണ് ഈ വയലിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ശരീരത്തിൽ തന്നെ നീറ്റലുണ്ടാവുന്നു. ചൊറിച്ചില് ദേഹം മുഴുക്ക ചൊറി. കാലില് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. കാലിൽ എന്തായിരുന്നു? ഞാൻ ഈ വയലിൽ ഇറങ്ങി പണി ചെയ്തതാണ്. അവൻ ചൊറിച്ചിലൊന്ന് ചൊറിഞ്ഞ് ഇതിപ്പം വലിയൊരു വൃണമായി മാറി. ഇതേ പ്രശ്നം തന്നെ എല്ലാവർക്കും. അതുകൊണ്ടാണ് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റാതെ ഈ കാട് കയറി കിടക്കുന്നത്. നമുക്ക് കൃഷിയെ കൂടുതൽ പരിപോഷിപ്പിക്കാൻ ഒരുപാട് പദ്ധതികളൊക്കെ സർക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പരിപോഷിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കൃഷി ചെയ്യാൻ പറ്റുമോ? അവരിങ്ങനെയാണ് പറയണത്. ഒരുപാട് കാര്യങ്ങൾ ഒറ്റ മനുഷ്യൻ ഇപ്പൊ ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കൂല. ഇതിപ്പോ നെൽകൃഷി മാത്രമല്ല, മറ്റു കൃഷികളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല. അതായത് അപ്പൊ താഴോട്ട് എന്തെങ്കിലും കൃഷി ചെയ്താൽ ഈ വെള്ളമല്ലേ കോരി അതിന് ഒഴിക്കണത്. ഒരു 2 പച്ചക്കറി നടാന്ന് വെച്ചാൽ പോലും രക്ഷയില്ല. ഈ വെള്ളമാണ് കോരണത്. അത് ദേഹത്ത് തൊട്ടാൽ നമുക്ക് ഇതാണ് ചൊറിച്ചിൽ, ദേഹം മുഴുക്ക ചൊറിച്ചിൽ. ഈ കർഷകരുടെ ജീവിതം വലിയ വഴിമുട്ടി. ഒരു ഇതും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. താഴോട്ട് പോയാൽ കാണിച്ചുതരാം. അവിടെ വയൽ ഒരുക്കിയവരുണ്ട്. ദേഹം പൊള്ളിയതുകൊണ്ട് ഒന്നും ചെയ്യാതെ വയൽ ഒരുക്കിയിട്ടൊക്കെയാണ്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അവരെ ദേഹം ഈ ട്രാക്ടർ പൂട്ടി അവരുടെ ദേഹം തന്നെ അത്രയും പുണ്ണായി. അങ്ങനെ അവര് മതിയാക്കി. നമ്മൾ ഈ കർഷക സ്നേഹമൊക്കെ വാക്കുകളിൽ മാത്രം പോരാ. കാരണം മണ്ണിൽ പണിയെടുക്കുന്നവരാണ് നമ്മുടെ അന്നം എത്തിക്കുന്നത്. നമ്മുടെ തീന്മേശകളിൽ വിഭവങ്ങൾ നിറയുന്നത് ഒരുപാട് ആൾക്കാരുടെ രക്തവും വിയർപ്പും ചിന്തിയാണ്. അവർ ആ അധ്വാനം ഈ വയലുകളിൽ നടത്തുന്നത് കൊണ്ടാണ്. അവർ ആവശ്യപ്പെടുന്നത് കുറെ കൂടെ മെച്ചപ്പെട്ട ജീവിതമല്ല, ഈ മണ്ണിൽ നിന്ന്, ചേറിൽ നിന്ന് തങ്ങളെ മാറ്റി മണിമാളികളിലേക്ക് കൊണ്ടുപോകണം എന്നല്ല അവർ ആവശ്യപ്പെടുന്നത്. ചെയ്യുന്ന ജോലി കൃത്യമായി ചെയ്യാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം, അവർക്ക് ആ മണ്ണിലിറങ്ങി പണിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്ന ആവശ്യമാണ്. അതിന് നേരെ കണ്ണടയ്ക്കാൻ പാടില്ല. കാരണം അടിസ്ഥാന വർഗത്തെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് ഒരു സർക്കാരിന്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതുതന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നതും. അരുൺ പാലോടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.